سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال أحد الظالمين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗോജ്ജലമായ ജീവിതത്തെയാണ് നമ്മൾ അയവിറക്കി വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവതരിപ്പിച്ച ആദർശത്തിൻ്റെ മഹിമയും അതിൻ്റെ അന്യൂനതയും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചും നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങളെയും ത്യാഗങ്ങളെയും സംബന്ധിച്ചാണ്. എന്തിനാണ് അങ്ങനെ ഒരു പരിശോധന നമ്മൾ നടത്തുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് കേൾക്കാത്തവരല്ല. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതവുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് എനിക്കും നിങ്ങൾക്കും പാളിപ്പോകുന്നത്, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാനും അത്തരം സ്ഖലിതങ്ങളെ ഒഴിവാക്കാനും ആർജിച്ചെടുക്കേണ്ട സംഗതികളെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുമൊക്കെ അത് ഉപകരിക്കേണ്ടതുണ്ട്. ആദ്യമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 124-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് വഇദ് ഇബ്തല ഇബ്രാഹീമ റബ്ബഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തൻ്റെ രക്ഷിതാവ് പരീക്ഷിച്ച സന്ദർഭം എങ്ങനെയാണ്? ബിക്കലിമാത്തിൻ, ചില കൽപ്പനകൾ കൊണ്ട്, ചില വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിക്കുകയുണ്ടായി. ഫഅതമ്മഹുന്ന, എന്തെല്ലാം കൽപ്പനകൾ കൊണ്ടാണോ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചത്, ആ പരീക്ഷണങ്ങളെയൊക്കെയും അദ്ദേഹം അതിജയിച്ചു, അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. ഖാല, അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കുകയാണ്. പരീക്ഷണങ്ങളെ അതിജയിച്ചവൻ എന്ന രീതിയിൽ മാലോകർക്ക് മുഴുക്കെ വഴികാട്ടിയായി, ഇമാമായി, മാർഗദർശിയായി, മാർഗദർശകനായി, മുന്നിൽ നിൽക്കാൻ കെൽപ്പുള്ളവനായി നിന്നെ നാം മാറ്റുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വമിൻ ദുർരിയത്തി, എൻ്റെ സന്തതികളിൽ നിന്നും പിൽക്കാല തലമുറയിൽ നിന്നും ഉണ്ടാകണം അതുപോലെയുള്ള നേതാക്കന്മാരെന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ, എൻ്റെ ഈ കരാറ്, നിന്നെ ഞാൻ നേതാവാക്കിയിരിക്കുന്നു എന്നുള്ള നമ്മളുടെ ഈ കരാറ് അക്രമികളായ ആളുകൾക്ക് ബാധകമല്ല. അതല്ലാത്തവർക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് അത് എന്നതാണ് ആ ആയത്ത് നൽകുന്ന സൂചന എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം അള്ളാഹു പറഞ്ഞതുപോലെ പരീക്ഷണമാണ്.
എന്താണ് പരീക്ഷണങ്ങളുടെ അർത്ഥമെന്ന് പറയുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാമല്ലോ ഇയാൾ എവിടേക്ക് പോകേണ്ട ആളാണ്, എങ്ങനെയുള്ളവനാണ്, എന്തായിരിക്കും അയാളുടെ പര്യവസാനം എന്നത് അദൃശ്യവും ദൃശ്യവും ഒക്കെ അറിയാവുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് പരീക്ഷിക്കേണ്ടി വരുന്നത്? പരീക്ഷണങ്ങൾ നിരവധി ഗുണപാഠങ്ങൾ പഠിക്കാനുള്ള സംഗതിയാണ്. പരീക്ഷണങ്ങളിലൂടെ ഒരാളെ അള്ളാഹു യോഗ്യനാക്കി തീർക്കുകയാണ്. ചെടി വളരാൻ വെള്ളം ആവശ്യമാണ്, ചെടി വളരാൻ അതേപോലെ തന്നെ വെയിൽ ആവശ്യമാണ്, ചെടി വളരാൻ വളം ആവശ്യമാണ്. എന്നാൽ ഇത് മൂന്നുമില്ലാതെ വെയിൽ മാത്രമായി പോയാൽ ചെടിയുടെ വളർച്ച നടക്കുകയില്ല. അതേപോലെ തന്നെ വെള്ളമാണ് എപ്പോഴുമെങ്കിലും ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ് കൃത്യമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നത് എന്നതുപോലെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അതേപോലെ സമൃദ്ധികൾ എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ജീവിതത്തെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാകപ്പെടുത്തുന്നത്. അതുപോലെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരാളുടെ ജീവിതത്തിന് അർത്ഥവും ആശയവും നൽകുന്നത് പരീക്ഷണമാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധമാണ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും മൗലികമായിട്ടുള്ള ഈ ഒരു ആശയത്തെ മനുഷ്യർ മറന്നുപോവുകയാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്ന ചിന്ത നമ്മൾ മറന്നുപോകുന്നു. 1970-കളിൽ കേരളത്തിൽ വ്യാപകമായി പാടിക്കൊണ്ടിരുന്നൊരു പാട്ടിൻ്റെ ആദ്യ 2 വരി എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ എന്നാണ്. അത് വലിയ ആവേശപൂർവ്വം നാടകഗാനമായി പാടുകയും അതൊരു വിപ്ലവത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും ചെയ്തവരായിരുന്നു ആ കാലഘട്ടത്തിലെ യുവത്വം എന്ന് പറയുന്നത്. എവിടെ നിന്ന് വന്നെന്നും അറിയാനും പാടില്ല, എവിടേക്കാണ് ഇനി മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് എന്നും അറിയാത്ത ഒരവസ്ഥ അന്നുണ്ടായി. എന്ന് വെച്ചാൽ ജീവിതത്തിന് ലക്ഷ്യമില്ലാത്ത കാലം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അവിടെയാണ് അള്ളാഹു കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുന്നത്. 67-ാമത്തെ അധ്യായം സൂറ മുൽക്കിലെ 2-ാമത്തെ വചനം. അവിടെ പരീക്ഷണത്തിന്റെ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അല്ലദീ ഹലക്കൽ മൗത വൽ ഹയാത്ത, തീർച്ചയായും ജീവിതത്തെയും മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണവൻ. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പരീക്ഷണം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല, ജീവിതം തിരിച്ചറിയുന്ന ആ കാലം മുതൽ അവസാനിക്കുന്ന കാലം വരെയും സമയം വരെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാണ് നമ്മൾ. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഖുർആൻ അവിടെ മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കുകയല്ല, എത്രയോ വചനങ്ങളിൽ ഈ ആശയം ആവർത്തിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ഖുർആനിലെ 29-ാമത്തെ അധ്യായം സൂറ അൻകബൂത്തിലെ 2-ാമത്തെ വചനം അല്ലാഹു പറയാണ്, ആ ഹസിബൻ നാസ്, ജനങ്ങൾ വിചാരിക്കുകയാണോ, ജനങ്ങൾ വ്യാമോഹിക്കുകയാണോ, ഐ യുത്രക്കു, അവരെ വിട്ടേക്കുമെന്ന്, ഐ യഖൂലു ആമന്ന, തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കുകയാണോ? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷണങ്ങൾക്ക് വിധേയരാകാതെ അള്ളാഹു അവരെ ഒഴിവാക്കുമെന്നവർ വിചാരിക്കുകയാണ്. അപ്പോൾ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തങ്ങൾ വിശ്വാസികളാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ പോലും പരീക്ഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹു വിടുകയില്ല എന്നാണ് പറയുന്നത്. അതൊക്കെയും മനസ്സിലാക്കിയിട്ട് വേണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രസ്താവനയെ, അള്ളാഹു നൽകുന്ന ഈ ഒരു കൃത്യമായ വചനത്തെ നമ്മൾ പഠിക്കാനും പരിശോധിക്കാനും. നോക്കൂ നിങ്ങൾ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമൽ ബലാഇ, ഓരോരുത്തരുടെയും പരീക്ഷണങ്ങളുടെ തോതനുസരിച്ചാണ്
അതിൻ്റെ കാഠിന്യമനുസരിച്ചാണ് ഓരോരുത്തർക്കും പ്രതിഫലം നൽകപ്പെടുക. പരീക്ഷണങ്ങൾ തീക്ഷ്ണമാകുമ്പോൾ പ്രതിഫലങ്ങളും ഗംഭീരമായി തീരും, അല്ലെങ്കിൽ വമ്പിച്ചതായി തീരും. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ, അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഇബ്തലാഹും, അള്ളാഹു അവരെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കും, അവരെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഫമൻ റളിയ ഫലഹുർ റിള, ആ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ ആര് തയ്യാറാകുന്നു, തീർച്ചയായും അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും. വമൻ സഹിത്ത, എന്നാൽ ഈ പരീക്ഷണങ്ങളിൽ പ്രതികേട് കാണിച്ചുകൊണ്ട് കോപിഷ്ഠനായി വ്യാകുലപ്പെട്ടു പോകുന്ന ഒരാൾക്ക് ഫലഹു സഹത്ത, അള്ളാഹുവിൻ്റെ കോപവും ഉണ്ടാകും. അപ്പോൾ പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് മനസ്സിലാക്കുകയും ആ പരീക്ഷണങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി പരിവർത്തിപ്പിക്കുകയും ചെയ്യണമെന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനുഷ്യരായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്ന പല സംഗതികളുമുണ്ട്. അതിലൊന്ന്, നല്ല സമ്പത്തുള്ള ഒരാൾ ഗംഭീരമായി അയാൾക്ക് 2-3 തലമുറക്ക് കഴിക്കാനുള്ളതും അവരുടെ ആവശ്യത്തിനുള്ള പണവും സ്വന്തം സമ്പാദ്യമായി ഉണ്ടായി എങ്കിൽ, നല്ല ആരോഗ്യമുണ്ട് എങ്കിൽ, അതേപോലെ മക്കളൊക്കെ പ്രാപ്തരായ ആളുകളാണ് എങ്കിൽ, അങ്ങനെയുള്ള ഒരാൾ എന്തായിരിക്കും അയാൾ വിചാരിക്കുക? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ സുഭിക്ഷതയിലായിരിക്കും. ഈ ജീവിതം ഇങ്ങനെ ഇറക്കത്ത് വണ്ടി പോകുന്ന പോലെ ഒരു ഇന്ധന ചെലവുമില്ലാതെ ഇങ്ങനെ സുഖമായി പോകുന്നു, ഇതൊരു പരീക്ഷണമാണ് എന്നുപോലും അത്തരം ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. അവിടെയാണ് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും പരീക്ഷണ വിധേയമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഏറ്റവും വിശ്വോത്തരമായിട്ടുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അന്ന റജുലൻ ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അദ്ഹബ മാലി വസക്കമ ജസ്മി, എൻ്റെ പണമൊക്കെ തീർന്നു, ശരീരമാണെങ്കിൽ ഇപ്പോൾ രോഗവുമായി. നമ്മിൽ പലരും പറയുന്ന ഒരു സംസാരമാണ് പറഞ്ഞത്. പണമൊക്കെ പോയി, ഒരു കാലത്ത് വലിയ പണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു, ശരീരമാണെങ്കിൽ ഇപ്പോൾ രോഗത്തിന് കീഴൊതുങ്ങിയിരിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു, ലാ ഖൈറ ഫീ അബ്ദി ലാ യദ്ഹബ മാലുഹു വലാ യസ്കുമു ജസബുഹു. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അയാൾ പണം തീർന്നു പോവുക എന്നതും അയാളുടെ ശരീരത്തിന് രോഗമാവുക എന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ തീർന്നു പോകാതിരിക്കലും രോഗമാകാതിരിക്കലും ഒരു നന്മയൊന്നുമല്ല. ഇതാ പറഞ്ഞതിനർത്ഥം, ഒരുപാട് പണം ഒരാൾക്ക് ഉണ്ടായി എന്ന് വെച്ചാൽ പടച്ചോന്റെ അടുക്കൽ അതൊരു പ്രത്യേകമായ പുണ്യമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ നല്ല ആരോഗ്യദൃഢഗാത്രരായി, പ്രഷറില്ലാതെ, കൊളസ്ട്രോൾ ഇല്ലാതെ, ഷുഗർ ഇല്ലാതെ ഒക്കെ വളരെ ഗംഭീരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നന്മയായിട്ടൊന്നുമല്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അള്ളാഹു ഒരു ദാസനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇബ്തലാഹു, അള്ളാഹു അയാളെ പരീക്ഷണത്തിന് വിധേയമാക്കും. വ ഇബ്തലാഹു സബ്ബറഹു, ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു അദ്ദേഹത്തെ ക്ഷമ അഭ്യസിപ്പിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതിനെല്ലാം അള്ളാഹുവിങ്കൽ നിന്നുള്ള കൽപ്പനയായി, അള്ളാഹുവിൻ്റെ തീരുമാനമായി ക്ഷമിക്കാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുക എന്നതാണ് പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. മതപരമായ ജീവിതം ഏറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നൊരു ഹദീസ് വചനമുണ്ട്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലെ മതപരമായ ജീവിതം എന്ന് പറയുന്നത് ഒരു കനലെടുത്ത് കയ്യിൽ പിടിക്കുന്നത് പോലെയായിരിക്കും. കനലെടുത്ത് കയ്യിൽ പിടിച്ചാൽ നമുക്ക് വല്ലാതെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നതുപോലെയായിരിക്കും മതത്തിൻ്റെ ഓരോ ശാസനകളെയും നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അഗ്നിപരീക്ഷയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഭിമുഖീകരിക്കുകയാണ്. ആ അഗ്നിപരീക്ഷണം എന്ന് വെച്ചാൽ തൻ്റെ മുന്നിൽ കത്തിജ്വലിക്കുന്ന വലിയ തീക്കുണ്ടാരമുണ്ട്.
ഈ സമൂഹം, രാജാവടക്കമുള്ള ആളുകൾ തന്നെ അതിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് അതിനെ ക്ഷമയോടുകൂടി നേരിടുകയാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. കാന ആഖിറു ഖൗലി ഇബ്രാഹിമ ഹീന ഉൽഖിയ ഫിന്നാർ, അഗ്നിയിലേക്ക്, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ അവസാനത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു: ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്കെന്റെ രക്ഷിതാവ് മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ്. എന്നാലോചിച്ചു നോക്കൂ, മുസ്ലിം സമുദായത്തിന് കൈമോശം വന്നു പോയിട്ടുള്ള 2 വരികളാണത്. ഏത് സന്ദർഭത്തിലും എനിക്കെന്റെ റബ്ബ് മതി, എൻ്റെ പ്രശ്നങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം നമ്മെ ഭരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം പരീക്ഷണങ്ങളെ അതിജയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആർജവം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. പടച്ചവനിൽ അചഞ്ചലമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കലും അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തലും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചറിയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് അന്ന് പ്രേരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രബോധനം നമുക്കറിയാം. അദ്ദേഹത്തെ ഖുർആൻ വിശേഷിപ്പിച്ചൊരു ഭാഗം എന്ന് പറയുന്നത് കാന ഇബ്രാഹീമു ഉമ്മത്തൻ എന്നാണ്. അദ്ദേഹം ഒരു സമൂഹമായിരുന്നു, ഒരു സമുദായമായിരുന്നു എന്നതാണ്. ഒരു സമൂഹം ഒന്നടങ്കം ചെയ്യേണ്ട കാര്യങ്ങൾ ഏകനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം നേടിയെടുക്കുന്നത്. നമുക്ക് പല ന്യായങ്ങളുണ്ടാകാം. കൂടെ കൂടാൻ ആളില്ല, അല്ലെങ്കിൽ ഒപ്പം നിൽക്കാൻ ഒരേപോലെ ചിന്തിക്കുന്നവരില്ല, സഹായിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ നമ്മളൊക്കെയും വെമ്പൽ കൊള്ളുന്നവരാണ്. എന്നാൽ ആരുണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രബോധന ഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. വലിയൊരു പാഠമാണ് അതൊക്കെയും. താൻ നല്ലത് പറയാൻ തുടങ്ങുമ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെയും ആരംഭിക്കണം എന്നതാണ്. അൻദിർ അഷീറത്തക്കൽ അക്രബീൻ, ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് കാണാം. നീ നിന്റെ കുടുംബത്തിൽ നിന്ന് അവരെ താക്കീത് ചെയ്തുകൊണ്ട് തുടങ്ങാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രബോധനം തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ പറയുന്നത്. ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറ മറിയമിലെ 42-ാമത്തെ വചനം ഇങ്ങനെ വായിക്കാം: വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ നിങ്ങൾ സ്മരിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമായിരുന്നു. ഇത് ഖാലലി അബി, അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. യാ അബത്തി, അല്ലയോ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബസ്സിറു വലാ യുഗ്നി അൻക ശൈഅ, എന്തിനാണ് താങ്കൾ കേൾക്കുകയോ കാണുകയോ താങ്കൾക്ക് തന്നെയും യാതൊരു ഉപകാരമോ ചെയ്യാത്ത ഒന്നിനെ താങ്കൾ എന്തിനാരാധിക്കുന്നു പിതാവേ എന്ന് പിതാവിനോടുള്ള എല്ലാ സ്നേഹവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. പിതാവിൻ്റെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതേ അധ്യായത്തിൽ 46-ാമത്തെ വചനം, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, എൻ്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വയ്ക്കുകയാണോ നീ? ലഇല്ലം തൻതഹി, നീ ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കുക തന്നെ ചെയ്യും. വഹുജുർനി മലിയ, അതുകൊണ്ട് നീ എന്നിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളുക. വീട്ടിൽ നിന്ന് അദ്ദേഹം ബഹിഷ്കൃതനാവുകയാണ്. എന്നാലോചിച്ചു നോക്കുക, താൻ മനസ്സിലാക്കിയ സത്യം തൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം തുടങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കിയ പലതുമുണ്ട്, പക്ഷെ പറയാനുള്ള ത്രാണി നമുക്ക് ലഭിക്കാറില്ല. പലപ്പോഴും സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആദർശത്തെ മാറ്റിപ്പണിയുകയാണ്. ആ ആദർശത്തിൽ ഒരു അടിത്തറയില്ലാത്തവരായി, അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമില്ലാത്തവരായി നമ്മൾ പോകാറുണ്ട്. ആളുകൾ കൊപ്പിച്ചുകൊണ്ട് ആദർശത്തെ മയപ്പെടുത്തുകയും കഠിനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്.
നമ്മൾ നമ്മുടെ മക്കൾക്ക് വിവാഹം അന്വേഷിക്കാറുണ്ട്. മതം നോക്കി, മതം കൃത്യമായി പരിപാലിക്കുന്ന ആ ഒരു അവസ്ഥ നോക്കിക്കൊണ്ട്, ആ ഒരു സ്വഭാവത്തെ മുൻനിർത്തി എത്ര ആളുകൾ തങ്ങളുടെ മക്കൾക്ക് അനുയോജ്യനായ ഇണകളെ അന്വേഷിക്കാറുണ്ട്. ആലോചിച്ച് നോക്കണം. ഇനി അങ്ങനെയുള്ള വിവാഹങ്ങൾ ചെയ്താലോ, ആ വീട്ടിൽ നിന്ന് വരുന്ന ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന് അനുസൃതമായിട്ടായിരിക്കും പിന്നീട് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയ നേരെ വിപരീതമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയാലും അവർക്ക് ഒപ്പിച്ച് നമ്മൾ നിന്നു കൊടുക്കുകയാണ്. സംഗതി നമുക്കറിയാം, പക്ഷെ എന്നാലും അവരെ പിണക്കേണ്ടതില്ലല്ലോ, പുതിയ ബന്ധുവല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ന്യായം എന്ന് പറയുന്നത്. എന്നാൽ അവിടെയൊക്കെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ദിനേന എന്നോണം നമ്മൾ ഓരോ നമസ്കാരത്തിലും ഒന്നിലധികം തവണ നമ്മൾ അനുസ്മരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ എത്ര കണ്ട് ഇബ്രാഹിമിൻ്റെ മില്ലത്തിനെ, ആ മാതൃകയെ ജീവിതത്തിൽ നമ്മൾ സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അദ്ദേഹം തൻ്റെ പ്രബോധിതരായ സമൂഹത്തോട് പ്രഖ്യാപിച്ചത് ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറ മുംതഹിനയിലെ 4-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഖുർആൻ അത് രേഖപ്പെടുത്തുകയാണ്. കത് കാനത്തുലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, തീർച്ചയായും നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹു പറയാണ്. ഖുർആനിൽ ഈ ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞത് 2 സന്ദർഭങ്ങളിലാണ് പറഞ്ഞത്. അതിലൊന്ന് ഇബ്രാഹിം നബിയെ പറ്റി സംബന്ധിച്ചും മറ്റൊന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ്, ഇത് ഖാലൂലി ഖൗമിഹിം, അദ്ദേഹം തൻ്റെ ജനതയോട് സംസാരിച്ച അല്ലെങ്കിൽ പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറആഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തിൽ നിന്നൊക്കെയാണ്? ഇമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുന്നു. വബദാ ബൈനനാ വബൈനക്കുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ഈ ഒരു ആദർശത്തിന്റെ പേരിലുള്ള ശത്രുതയും വിദ്വേഷവും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, അത് ഏതുവരെ ഉണ്ടാവും? നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെയും. നിങ്ങൾ ഈ തൗഹീദിലേക്ക് മടങ്ങി വരുവോളം നിങ്ങളും നമ്മളും തമ്മിലുള്ള ആദർശ രംഗത്തുള്ള ഈ വ്യതിരിക്തത അത് വ്യതിരിക്തതയായി തന്നെ നിലനിൽക്കും എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഇബ്നു കസീർ പറയാൻ കഫറനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ബിദീനിക്കും വത്തരീഖിക്കും, നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ ആ മാർഗത്തെയുമാണ് ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആധുനിക കാലത്തെ മുസ്ലിങ്ങൾ നമ്മൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ജനങ്ങളോട് പടപൊരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആർജവം നമ്മൾ ആ വാക്കിലൂടെ തന്നെ നമ്മൾ ബോധ്യം വരികയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ദീൻ എന്ന് പറയുന്നത്, നാട്ടിൽ നടക്കുന്ന ദീൻ പലപ്പോഴും ഏട്ടിലില്ലാത്തതാണ് നാട്ടിലെ ദീൻ. ആ നാട്ടിലെ ദീനാണ് പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ സാംസ്കാരിക പരിപാടികൾ, നമ്മൾ തന്നെയും കൊണ്ടു നടക്കുന്ന വസ്ത്രവേഷവിധാനങ്ങൾ, ഇതിലൊക്കെ ദീനെവിടെയാണ്? 3 തരം മുക്തികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ബുറആ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവായി എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മുക്തരാണ് എന്ന് പറയുന്നത് 3 തരം മുക്തിയെ സംബന്ധിച്ചാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് ബഹുദൈവാരാധകരിൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നതാണ്. ബഹുദൈവാരാധകരായ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ രീതി, ആ വിശ്വാസത്തെ ഞങ്ങൾ അതിൽ നിന്ന് മുക്തരാണ്, ഞങ്ങൾ അതുമായി കൂടിക്കലരുന്നൊരു പ്രശ്നമില്ല. 2, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഏതൊന്നിന് അപ്രമാദിത്വം കൽപ്പിക്കുന്നുവോ, അതൊരു വേള മരിച്ചുപോയ പ്രവാചകന്മാരാകാം,
അതല്ലെങ്കിൽ ജിന്നുകളാകാം, മലക്കുകളാകാം, ആരുമാകാം. പക്ഷെ അത്തരത്തിലുള്ള എല്ലാത്തിൽ നിന്നും ഞങ്ങൾ മുക്തരാണ്. ഞങ്ങൾ അപ്രമാദിത്വം അള്ളാഹുവിന് മാത്രം കൽപ്പിക്കുന്നവരാണ്. മൂന്നാമത്തതോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആരാധനാ രീതികൾ, നിങ്ങൾ കൊണ്ട് നടക്കുന്ന പൂജകൾ, നിങ്ങൾ കൊണ്ട് നടക്കുന്ന വഴിപാടുകൾ, നിങ്ങൾ കൊണ്ട് നടക്കുന്ന നേർച്ചകൾ, നിങ്ങൾ കൊണ്ട് നടക്കുന്ന അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ആരാധനയുടെയും പ്രാർത്ഥനയുടെയും രീതികൾ, അതിൽ നിന്നൊക്കെയും ഞങ്ങൾ മുക്തരാണ്. എത്ര കൃത്യമായിട്ടാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമൂഹത്തോട് തൻ്റെ ആദർശം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെ ഒരു വളച്ചുകെട്ടിലില്ല, ഒരു അവ്യക്തതയുമില്ല. കാര്യങ്ങളെ വെട്ടിത്തുറന്ന് വളരെ കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ നമുക്ക് മാതൃകയുണ്ടാകണം. ജനന മരണങ്ങൾ ആഘോഷിക്കുന്ന നമുക്ക് മാതൃകയുണ്ടാകണം. അതേപോലെ തന്നെ ആനയും അമ്പാരിയുമായി ഉത്സവങ്ങൾ നടത്തലും അത്തരം കാര്യങ്ങളോട് സഹകരിക്കുന്ന നമുക്കതിൽ മാതൃകയുണ്ടാകണം. ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയേണ്ട ഒരുപാട് ജീർണതകൾ പേറിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മില്ലത്ത് ഇബ്രാഹീമിലാണ് എന്ന് നമുക്ക് പറയാൻ ഒരു ഗട്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനുള്ളൊരു ആർജവം നമുക്ക് എങ്ങനെ ലഭിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, പ്രവാചകൻ ഞങ്ങളുടെ മുമ്പിൽ ഒരു നെടിയ വര വരക്കുകയുണ്ടായി. സുമ്മ ഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇത് പടച്ചവന്റെ മാർഗമാണ്. സുമ്മ ഖത്തൻ ഖുതൂതൻ അൻ യമീനി വ അൻ ശിമാലി, പിന്നീട് ആ നെടിയ വരയുടെ ഇരുഭാഗങ്ങളിലേക്കും വലത്തോട്ടും ഇടത്തോട്ടും അനേക കുറിയ വരകൾ പ്രവാചകൻ വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദിഹി സുബുലൻ മുതഫർരിഖത്തുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ യദഉ ഇലൈ, ആ രണ്ട് ഭാഗത്തേക്കുള്ള അനേക വരകൾ അതെല്ലാം ഈ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന, പൈശാചികമായി പ്രേരിപ്പിക്കുന്ന മറ്റു വഴികളാണ്. യഥാർത്ഥ വഴി ഈ ഒരൊറ്റ വഴിയുള്ളൂ. പാർശ്വങ്ങളിൽ നിങ്ങൾ കാണുന്നതൊക്കെയും യഥാർത്ഥ വഴികളിൽ നിന്ന് നിങ്ങളെ പിശാച് തെറ്റിച്ചു കളയുന്ന അനേക മാർഗങ്ങളാണ്. ഫത്തബിഉ, അതുകൊണ്ട് സുമ്മ ഖറാ, പിന്നീട് അദ്ദേഹം പാരായണം ചെയ്തു, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. സൂറത്തുൽ അൻആമിലെ 135-ാമത്തെ വചനം അല്ലാഹുവിന്റെ റസൂൽ അവരെ വായിച്ചു കൽപ്പിക്കുകയാണ്. ഇതാണ് ചൊവ്വായ മാർഗം എന്ന് പറയുന്നത്. ഫത്തബിഉ, അതുകൊണ്ട് നിങ്ങൾ ഈ മാർഗത്തെ നിങ്ങൾ അനുധാവനം ചെയ്യണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഫതദറക ബിക്കും അൻ സബീലി, നിങ്ങൾ അങ്ങനെ പിന്തുടർന്നാൽ ഈ മാർഗവും തെറ്റി നിങ്ങൾ പോകും. അവിടെയും പ്രവാചകൻ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ വരച്ചും കുറിച്ചുമൊക്കെ പ്രവാചകൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ യഥാർത്ഥ വഴിയിൽ നിന്ന് എവിടെ മറ്റൊരു വഴി കുറച്ചുകൂടി നല്ലതാണ് എന്ന് വിചാരിച്ച് തിരിഞ്ഞു നിന്നാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയവരായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പരീക്ഷണങ്ങളെയും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെയും തിരിച്ചറിയുന്ന നമ്മൾ ആ മാർഗത്തിൻ്റെ സുതാര്യത ബോധ്യപ്പെടുത്തുകയും ജീവിതത്തിൽ അത് കലർപ്പില്ലാതെ ഇത്തരമൊരു മാർഗത്തിൻ്റെ ജീവിക്കുന്ന ഉടമകളായി, മാതൃകകളായി മാറിത്തീരാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക എന്നതാണ് മില്ലത്ത് ഇബ്രാഹിമിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഊസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മനുഷ്യനോളം പഴക്കമുള്ളതാണ് നമ്മുടെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ മനുഷ്യരുടെ സാംസ്കാരികവും ധാർമ്മികവും വിശ്വാസപരവുമായിട്ടുള്ള എല്ലാ അധപ്പതനങ്ങൾക്കും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരവരുടെ കുടുംബങ്ങളെയാണ്. അതിലൊന്നാണ് ഈ ലിബറൽ ചിന്താഗതികൾ, നാസ്തികമായിട്ടുള്ള മതനിരാസ പ്രവർത്തനങ്ങളൊക്കെയും കൂടുതലായി ബാധിക്കുന്നത് കുടുംബത്തെയാണ്. മതം ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെയും അത്തരം എല്ലാ അടുക്കും ചിട്ടകളെയും പൊളിച്ചടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കടന്നു വരുന്ന സംഗതി, കുടുംബമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പുതിയ തലമുറയിൽ ആണും പെണ്ണും തയ്യാറല്ല എന്നതാണ്. അവർ പറയുന്ന ന്യായങ്ങൾ ഞങ്ങൾക്ക് ജോലി വേണം, മറ്റു പലതും വേണമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. എന്നാൽ ഒന്നിച്ച് ജീവിക്കാൻ അവർ തയ്യാറാണ് താനും. അവിടെയാണ് വിവാഹിതരാകാതെ തന്നെയും ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരു പുതിയ രീതികളൊക്കെയും കടന്നു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമ്മൾ പ്രത്യേകമായി പഠനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അതിൽ ആദർശ രംഗത്ത് കുടുംബം ഒന്നടങ്കമാണ് എന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത്. പിതാവും വാപ്പയും ഉമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കം ഏറ്റെടുത്ത ആ ഉത്തരവാദിത്തത്തിൽ അവർ ഒന്നടങ്കമാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ഉമ്മ ഖുർആൻ ക്ലാസ്സിന് വളരെ ഉഷാറാണ് എങ്കിൽ വാപ്പ അതിന് നേരെ എതിരായിരിക്കും, മക്കൾ പോയ വഴിയിലായിരിക്കും. ഇനി വാപ്പയാണ് റെഡിയെങ്കിലോ ഉമ്മയും മക്കളും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒന്നടങ്കം ഇസ്ലാമികമായ ഒരു താല്പര്യം ഉള്ള കുടുംബങ്ങൾ വളരെ അപൂർവമായി വരുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഒന്നായി പോകാൻ കഴിയുന്നുവെങ്കിൽ അവർ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഒരു ജീവിത രീതിയാണ് പറയുന്നത്. വാർദ്ധക്യത്തിലുണ്ടായ മകനെയും അവൻ്റെ ഉമ്മയെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആരുമില്ലാത്ത ഊഷരമായ മണലാരണ്യത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ വചനം. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ സന്താനങ്ങൾ ചിലരെ ഞാൻ പാർപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, ആളും പാർപ്പിടവുമില്ലാത്ത കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അരികിൽ ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലിയഖീമസ്സലാം, അവർ നമസ്കാരം നിലനിർത്തുന്നവരാകുന്നതിന് വേണ്ടി, ഫജഅൽ അഫ്ഇദത്തം മിനന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളെ അവരിലേക്ക് താല്പര്യമുണ്ടാക്കണം, തഹ്വി ഇലൈഹിം, അവരിലേക്ക് ആഭിമുഖ്യമുള്ളവരായി ജനഹൃദയങ്ങളെ മാറ്റേണ്ടതുണ്ട്. വർസുഖുഹും മിനസ് സമറാത്ത്, എല്ലാ ഫലങ്ങളിൽ നിന്നും കായ്കനികൾ അത് അവർക്ക് നൽകണം. ലഅല്ലക്കും തഷ്കുറൂൻ, തീർച്ചയായും അവർ നന്ദിയുള്ളവരായേക്കും. ആ പ്രാർത്ഥന അങ്ങനെ അവസാനിക്കുകയാണ്. ആരുമില്ലാത്തൊരു സ്ഥലത്ത് തൻ്റെ സഹധർമ്മിണിയെയും ചെറിയ കുഞ്ഞിനെയും കൊണ്ടുപോയി ആക്കി വരുമ്പോൾ സ്വാഭാവികമായും ഭാര്യയായ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അതിങ്ങനെ വിവരിച്ചിരിക്കുന്നു, യാ ഇബ്രാഹിം ഇലാമൻ തത്രുക്കിന, ആരിലേക്കാണ്, ആര് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നത് എന്ന് ഹാജർ ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഇലല്ല, പടച്ചവനിലേക്കാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്. അതിന് ഹാജർ പറയുന്ന മറുപടി, റളീതു ബില്ലാ, അള്ളാഹുവിൽ ഞാൻ തൃപ്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ള എല്ലാ ആശങ്കകൾക്കും അപ്പുറമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നാളെ എന്ത് സംഭവിക്കും, ആ സംഭവിക്കുന്നതിനെയൊക്കെയും അപ്പുറത്ത് അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് ഒരു ഭാര്യ അങ്ങനെ മാറുകയാണ്. ഈ പിതാവിന് കട്ട സപ്പോർട്ടായിട്ട് ആലോചിച്ച് നോക്കൂ. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് എണ്ണുന്നുണ്ട്. 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ റസൂല്
ആദ്യം പറയുന്നത് അൽ മർഅത്തു സാലിഹ, സദുർത്തയായിട്ടുള്ള ഭാര്യ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സൗഭാഗ്യത്തിൻ്റെ നമ്പർ 1 ആണ് എന്നുള്ളതാണ്. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ഇന്നലെ രാത്രി വളരെ വൈകിയാണ് വന്നത്, അതുകൊണ്ട് സുബിയൊക്കെ ഇനി എഴുന്നേൽക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കലല്ല. സമയമാകുമ്പോൾ വിളിച്ച് പള്ളിയിലേക്ക് വിടാൻ താല്പര്യമുള്ള ഭാര്യയാണോ നിങ്ങളുടെയും എൻ്റെയും നമ്മൾ ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പൂർണ്ണമായ സപ്പോർട്ടാണോ ഭാര്യയിൽ നിന്നുണ്ടാകാം, അതല്ല അതിനെ പിന്തുണക്കാതെ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന സമീപനമാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്മയിൽ പ്രോത്സാഹനമായി നിൽക്കുന്ന ഒരു സഹധർമ്മണി കൂടെ ഉണ്ടാവുക, അതൊരു വലിയ ഭാഗ്യമാണ്. നോക്കൂ നിങ്ങൾ, ആ മകനെയും അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. 37-ാമത്തെ അധ്യായം സൂറ സാഫാത്തിലെ 102-ാമത്തെ വചനം, ഫലമ്മാ ബലഗ മഅയ സഅയ്, തന്നോടൊപ്പം സഞ്ചരിക്കാൻ പ്രയത്നിക്കാൻ പാകമായ ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ മകനോട് പറയാ, കാലയാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ, പൊന്നുമോനെ, ഞാൻ ഉറക്കിലൊരു സ്വപ്നം കണ്ടു നിന്നെ അറുക്കുന്നതായിട്ട്. ആലോചിച്ച് നോക്കണം. ജീവൻ അങ്ങോട്ട് പോകേണ്ടുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് തൻ്റെ മുന്നിൽ വരുന്നത്. അത് ആ കുട്ടിയോട് പറയുമ്പോൾ മകന്റെ പ്രതികരണം, ഫൻലുർ മാതാത്തറ, നീ എന്താണ്, അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ് എന്ന് പിതാവ് അന്വേഷിക്കുകയാണ്. കാല മകൻ പറഞ്ഞു, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് അങ്ങ് ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളിൽ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുമെന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും പടച്ചവന്റെ കൽപ്പനയ്ക്ക് ആ പിതാവും മാതാവും മകനുമടക്കമുള്ള കുടുംബം ഒന്നടങ്കം കൈത്താങ്ങായി കൈകോർത്തു പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ചിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് നമുക്കുണ്ടാകുമോ? നമ്മുടെ കുടുംബം അങ്ങനെയാണോ? നമ്മൾ ആലോചിച്ച് നോക്കാം. അർക്കാനൊന്നും വിളിക്കേണ്ടതില്ല. സുബൈക്ക് പള്ളിയിലേക്ക് വിളിച്ചവൻ എത്ര മക്കളുണ്ട്? അവിടെ തുടങ്ങിയൊരു ആലോചനയും ഒരു പുനരന്വേഷണവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ പറയുന്ന നന്മകളെ സ്വീകരിക്കാൻ പ്രാപ്തരായവരാണോ നമ്മുടെ മക്കൾ? അവരുടെ ഭൗതികമായ വളർച്ച മാത്രമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. 56 വയസ്സ് കഴിഞ്ഞാലും പെൻഷൻ കിട്ടണം എന്നതാണ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഉള്ള നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ ശരീരം ഇങ്ങനെ എല്ലാ മസിലുകളുമൊക്കെ തെളിഞ്ഞു കാണുന്ന രീതിയിൽ വളരെ കുറ്റന്മാരായി അവരിങ്ങനെ വളരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉദൂഹ്യത്തിന് അർത്ഥം കൊടുക്കാനൊന്നുമില്ല, ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്താണ് ലക്ഷ്യമെന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിൽ ആ കുടുംബത്തെ നമ്മൾ കൃത്യമായി അനുധാവനം ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ അനുധാവനം